നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ കല്ലറയ്ക്കുള്ളിൽ പായയിൽ പൊതിഞ്ഞ രീതിയിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഘട്ടത്തിലേക്ക് കേസ് കടക്കുകയാണ്. അതായത് ഈ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കുക എന്ന നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. 11 വർഷം മുമ്പ് അവസാനമായി മൃതദേഹം അടക്കിയ 38-ാം നമ്പർ പൊതുകല്ലറ തുറന്നപ്പോഴാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹമെന്ന് കരുതുന്ന വസ്തു കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇന്ന് കല്ലറ തുറന്ന് പരിശോധന നടത്തും. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി കല്ലറ തുറക്കാൻ അനുമതി നൽകുകയായിരുന്നു തലശ്ശേരി RDO കോടതി. പോലീസിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ കല്ലറയിൽ 2006-ൽ സംസ്കരിച്ച മറിയം മൊയ്യപ്പള്ളിയിലിൻ്റെയും 2015-ൽ സംസ്കരിച്ച ജെയിംസ് കൂമ്പുക്കലിൻ്റെയും ബന്ധുക്കളെ സ്ഥലത്തെത്തിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പായയിൽ പൊതിഞ്ഞ് ആരെയും അടക്കം ചെയ്തിട്ടില്ല എന്നാണ് ഈ കൂട്ടരെല്ലാം പറയുന്നത്. 2015-ൽ അറയ്ക്കപ്പൊടിയും മണലും നിരത്തി തുണിയും വിരിച്ച് ക്രിസ്ത്യൻ ആചാരപ്രകാരം പെട്ടിയിലാണ് ജെയിംസിനെ അടക്കം ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2015-ൽ ജെയിംസ് കൂമ്പുക്കലിനെ അടക്കിയപ്പോൾ കല്ലറ കാലിയായിരുന്നു എന്നാണ് ബന്ധുവായ ആൽവിൻ ഫ്രാൻസിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കല്ലറ വൃത്തിയാക്കിയിരുന്നു, മണൽ വിരിച്ചിരുന്നു, അതിന് മുകളിൽ വെള്ള തുണി മൂടുകയും ചെയ്തു. ക്രിസ്ത്യൻ ആചാരപ്രകാരം പെട്ടിയിലാണ് അന്ന് അടക്കിയത്. 50 പേരാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ അത്തരത്തിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്തിയ ഒരു സംസ്കാര ശുശ്രൂഷ, അതിനുശേഷം എങ്ങനെയാണ് പായയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം ഇവിടെ വന്നത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ രീതിയിൽ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കാറില്ല എന്നതും ഒരു വസ്തുതയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരൂഹമാവുകയാണ് സംഭവങ്ങൾ. വാണിയപ്പാറയിൽ കാണാതായെന്ന് സംശയിക്കുന്ന വിലങ്ങാട് സ്വദേശി ആലപ്പാട് സിജോസ് കറിയയുടെ ബന്ധുക്കളും സംഭവത്തിൽ പരിശോധന വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് 2 കൂട്ടരാണ് ഇത് ആരുടെ മൃതദേഹം എന്ന രീതിയിൽ സംശയവുമായി നിൽക്കുന്നത്. ഒന്ന് ജെയിംസിൻ്റെതാണോ, മറ്റേത് സിജോയുടെ തിരോധാനം. അപ്പോൾ സിജോയുടെ മൃതദേഹമാണോ ഇതെന്ന ഒരു സംശയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇരിട്ടി തഹസിൽദാരുടെയും മെഡിക്കൽ ബോർഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും കല്ലറ പരിശോധനയെന്ന് കരിക്കോട്ടക്കരി പോലീസ് വ്യക്തമാക്കി. പരിശോധനാ സമയത്ത് മറ്റാർക്കും പ്രവേശനം ഉണ്ടാകില്ല. അസ്വാഭാവികത തോന്നിയാൽ സാമ്പിളുകൾ ശേഖരിക്കും. DNA പരിശോധന ഉൾപ്പെടെ നടത്തും. ഇടവകയിൽ മരിച്ച ഒരാളെ സംസ്കരിക്കാൻ ഈ മാസം 13-ന് കല്ലറ തുറന്നിരുന്നു. അപ്പോഴാണ് ഈ സംഭവവുമായി അതേ ദുരൂഹത പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു മൃതദേഹം പെട്ടിയിൽ അടക്കം ചെയ്ത നിലയിലും മറ്റൊന്ന് മൃതദേഹമെന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിലും കണ്ടെത്തുകയായിരുന്നു. ക്രിസ്ത്യൻ ആചാരങ്ങളുണ്ട്. ആ ആചാരം അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞൊരു മൃതദേഹം സംസ്കരിക്കില്ല. ആ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇതെങ്ങനെ വന്നു എന്ന ചോദ്യം ഉയരുകയും ദുരൂഹത തോന്നുകയും ചെയ്തത്. ആശങ്കകൾക്കും ദുരൂഹതകൾക്കും കാരണമായത്. ഒരു കുഴിയിൽ ഒരേ സമയം എങ്ങനെ 2 മൃതദേഹങ്ങൾ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കുഴയുകയാണ് നിലവിൽ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി വികാരിയും ഇടവകയിലെ ആളുകളും. പായയിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ വസ്തു കാഴ്ചയിൽ മൃതദേഹം പോലെ തോന്നിക്കുന്നുവെങ്കിലും മൃതദേഹമാണോ എന്ന് പോലും ഇതുവരെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും കല്ലറ തുറന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്താണ് ആ വസ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരികയുള്ളൂ. ഒരുപാട് ദുരൂഹത നിലനിൽക്കുന്നു. അതൊരു മനുഷ്യൻ്റെ ശരീരം തന്നെയാണോ, മറ്റെന്തെങ്കിലും ആണോ? പക്ഷേ കാഴ്ചയിൽ അത്തരത്തിലാണ് തോന്നിക്കുന്നത്. എന്തായാലും ദുരൂഹതകളൊക്കെ മാറാൻ ഇന്ന് കല്ലറ തുറന്ന് പരിശോധിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ദുരൂഹത തോന്നാത്ത കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പള്ളിക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു കുഴിയിൽ ഒരേ സമയം 2 മൃതദേഹങ്ങൾ ഉണ്ടാകില്ല എന്നതാണ് പരിശോധന വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം. എന്തായാലും സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദുരൂഹതയില്ലെന്ന അനുമാനത്തിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ പോലീസ് നീക്കം നടത്തി. പക്ഷേ ഇതിനിടെ നാദാപുരം വിലങ്ങാട് സ്വദേശിയായ സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയം ഉയർത്തി ബന്ധുക്കൾ രംഗത്ത് വന്നു. പിന്നാലെയാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറാകുന്നത്. പോലീസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തലശ്ശേരി RDO കല്ലറ തുറക്കാൻ അനുമതി നൽകി. RDO ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിലായിരിക്കും കല്ലറ തുറക്കുക. പായയിൽ പൊതിഞ്ഞ വസ്തു മൃതദേഹമാണെങ്കിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം. DNA പരിശോധന നടത്തിയാൽ മാത്രമേ ആരുടെ മൃതദേഹമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. വാണിയപ്പാറ പള്ളിയിൽ കുടുംബ കല്ലറയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പൊതു കല്ലറകളിലാണ് സംസ്കരിക്കുന്നത്. സംസ്കാരം കഴിഞ്ഞ ശേഷം കല്ലറയുടെ മുകൾ വശം കോൺക്രീറ്റ് പാളികൾ
ഉപയോഗിച്ച് അടച്ച ശേഷം സിമന്റ് ഇട്ട് ഉറപ്പിക്കും. എല്ലാ കുഴിയിലും സംസ്കാരം നടത്തിയ ശേഷം ആദ്യം സംസ്കാരം നടത്തിയ കുഴി വീണ്ടും തുറന്ന് അതിലായിരിക്കും അടുത്ത സംസ്കാരം നടത്തുക. ഇങ്ങനെ റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് കുഴികൾ തുറക്കുന്നത്. റൊട്ടേഷൻ പ്രകാരമാണ് 38 നമ്പർ കല്ലറ അന്ന് തുറന്നത്. സ്വാഭാവികമായും ഒരു പെട്ടി കാണേണ്ട കുഴിയിൽ കണ്ടത് 2 വസ്തുക്കൾ. മുൻപ് അടക്കം ചെയ്ത കുഴി വീണ്ടും തുറക്കുമ്പോൾ അതിൽ പെട്ടിയുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി കുഴി വൃത്തിയാക്കാറുണ്ട്, അല്ലെങ്കിൽ മണലും അറക്കപ്പൊടിയും ഉപയോഗിച്ച് മൂടാറുണ്ട്. 2006-ലും 2015-ലുമാണ് 38 നമ്പർ കുഴിയിൽ മൃതദേഹം സംസ്കരിച്ചത്. ഈ 2 മൃതദേഹങ്ങളും ആചാരപ്രകാരം പെട്ടികളാണ് അടക്കിയത്. അപ്പോൾ ഈ പായയിൽ പൊതിഞ്ഞ ആ വസ്തു അവിടെ എങ്ങനെ എത്തി എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം അറിയേണ്ടത്. 2006-ലും 2015-ലും അടക്കിയ മൃതദേഹങ്ങളാണ് കുഴിയിൽ എന്നാണ് പോലീസ് നിഗമനത്തിലെത്തിയത്. ഇതിനിടെ നവീകരണത്തിന് പിന്നാലെ കല്ലറയുടെ നമ്പറുകൾ മാറിയിരുന്നു. 23 നമ്പർ കല്ലറയാണ് 38 മാറിയത്. ഇതും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. തുടർന്ന് ഈ കുഴിയിൽ അടക്കം ചെയ്ത വ്യക്തികളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയും അവർ കല്ലറ തിരിച്ചറിയുകയും ചെയ്തു. പായയിൽ പൊതിഞ്ഞ രീതിയിലുള്ള മൃതദേഹത്തിന്റെ ഫോട്ടോ കിട്ടിയെന്നും പോലീസ് വ്യക്തമാക്കി. പക്ഷേ ദുരൂഹതയില്ല എന്ന ആദ്യ നിലപാടിൽ നിന്ന് പോലീസ് പിന്നീട് തിരുത്തൽ നടത്തി. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹമാണോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടാൻ ഇന്ന് തന്നെ സാധിക്കും, അല്ലെങ്കിൽ അത് മൃതദേഹമാണോ എന്ന് ഉറപ്പിക്കാൻ ഇന്ന് എന്തായാലും സാധിക്കും. ഇതിനിടയിലാണ് സിജോയുടെ ബന്ധുക്കൾ തിരോധാനം, സിജോയെ കാണാതായി. വാണിയപ്പാറയിലാണ് സിജോയുടെ ഭാര്യയുടെ വീട്, അവിടെ നിന്നാണ് കാണാതാകുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ സിജോയുടെ മൃതദേഹമാണോ എന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്ത് വരുന്നു. 2014-ൽ പിതാവുമായി വാക്കേറ്റമുണ്ടായതിന് പിന്നാലെയാണ് ഭാര്യയും മകനെയും കൂട്ടി സിജോ ഭാര്യയുടെ വീടായ വാണിയപ്പാറയിലേക്ക് താമസം മാറിയത്. പിന്നീട് സ്വന്തം വീട്ടുകാരുമായി സിജോയ്ക്ക് ബന്ധമുണ്ടായിരുന്നില്ല. 2020-ൽ സിജോയുടെ ബന്ധുക്കൾ വാണിയപ്പാറയിൽ അന്വേഷിച്ചപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയെന്നും പിന്നീട് വിവരമില്ലെന്നുമാണ് ഇവർ പറഞ്ഞത്. വിലങ്ങാട്ടേക്ക് പോയിരിക്കാമെന്നാണ് കരുതിയെന്നും ഭാര്യ വീട്ടുകാർ പറഞ്ഞു. തുടർന്നാണ് സിജോയെ കാണാനെന്ന് അറിയിച്ച് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഈ മൃതദേഹം സിജോയുടേതാകാൻ സാധ്യതയില്ല എന്നാണ് ഭാര്യ നിഖിലയുടെ പ്രതികരണം. കല്ലറ തുറന്ന് പരിശോധന നടത്തണമെന്ന് നിഖില ആവശ്യപ്പെട്ടു. 12 വർഷമായിട്ട് സിജോയെ കണ്ടെത്തിയിട്ടില്ല. 2014-ലാണ് വിലങ്ങാടേക്കാണെന്ന് പറഞ്ഞു പോയത്, പിന്നീട് വന്നിട്ടില്ല. ആരുമായി സിജോയ്ക്ക് ശത്രുതയില്ല എന്നും നിഖില പറഞ്ഞു. നിലവിൽ പോലീസ് കാവലിലാണ് സെമിത്തേരി ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി കല്ലറ തുറന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും ഒരു പകുതിയോളം ദുരൂഹത മാറാൻ കുറച്ച് നിമിഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.